കുട്ടനാട് പാക്കേജിന്റെ നിർവഹണം താളം തെറ്റുന്നതിന് LDF, UDF സർക്കാരുകൾക്ക് തുല്യ പങ്കാണുള്ളത്. ഇടതു സർക്കാരിന്റെ കാലത്ത് 2008-ൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും 2010-ൽ മാത്രമാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനായത്. തുടർന്ന് വന്ന UDF സർക്കാർ ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അക്ഷരം പ്രതി പകർത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രോസ്പെരിറ്റി കൗൺസിൽ യോഗങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും ജനപ്രതിനിധികളുടെ വാദങ്ങൾ പരിഗണിക്കപ്പെടാതെയും പോയി. പുതിയ സാഹചര്യത്തിൽ പ്രോസ്പെരിറ്റി കൗൺസിൽ യോഗം ഉടൻ വിളിക്കുകയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയത്തെ സമീപിക്കുകയും വേണം. നിലവിലെ സാഹചര്യത്തിൽ കുട്ടനാട് പാക്കേജ് പൂർത്തിയാകുന്നതിന് 2 വർഷത്തെ സാവകാശവും കുറഞ്ഞത് 2000 കോടി രൂപയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കണം. 2009-ൽ NK പ്രേമചന്ദ്രനും മുല്ലക്കര രത്നാകരനും ഈ പ്രോജക്റ്റുമായി വന്ന് ഡൽഹിയിൽ ഒരു ചർച്ച നടത്തിയതല്ലാതെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് പിന്നെ ഒരു ചർച്ച ഈ കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കിയില്ല എന്നുള്ളതാണ്. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി 2012-ൽ അവസാനിച്ചെന്നാണ് കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ്. എന്നാൽ 2013-14 കാലയളവിലും പദ്ധതി പ്രവർത്തനങ്ങൾ തുടർന്നു. ഈ കാലയളവിൽ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ നിന്ന് നിരവധി പദ്ധതികൾക്ക് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. കുട്ടനാട് പാക്കേജിൽ നിന്ന് NDA സർക്കാർ പിന്മാറുമെന്ന് കരുതുന്നില്ലെന്നും വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടതില്ലെന്നും കൊടിക്കുന്നിൽ വ്യക്തമാക്കി. മീഡിയ 1 ആലപ്പുഴ.